തെളിവ് അടക്കം നമ്മളോട് പറയാത്തതുമായ പല കാര്യങ്ങളും ഒരു 10-22 മിനിറ്റ് കൊണ്ട് കൃത്യമായി ആ കുട്ടി സംസാരിച്ചു. നമ്മളുടെ പ്ലാനിങ് മുഴുവനും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന അതനുസരിച്ചാണ്. കാരണം ഈ 6 ലക്ഷം രൂപ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ മന്തിൽ അപ്പോൾ ഇത് തന്നെ നമുക്ക് കുറച്ച് നാൾ റോൾ ചെയ്യാനുള്ളൊരു എമൗണ്ട് ഉണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിത് ചെയ്യുന്നത്. നിങ്ങൾ ഈ പറഞ്ഞതനുസരിച്ച് എനിക്ക് ആദ്യം ഈ 50 ലക്ഷം രൂപ തരിക, അപ്പം അത് വെച്ചിട്ട് എനിക്ക് റോൾ ചെയ്യാലോ. അങ്ങനെ AMMA അമ്മയിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. മെയിനായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുമ്പോൾ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയയെ ഇറക്കി കളിച്ച കുറച്ച് കളികൾ. ഇവര് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹൻസിബയുടെ ചോദ്യത്തോട് എന്തുകൊണ്ട് മറുപടി കൊടുത്തില്ല? നിങ്ങൾക്കതിൽ കള്ളത്തരൊന്നും കാണിക്കാനില്ലെങ്കിൽ ആ വരവ് ചെലവ് പരിപാടിക്ക് ഒന്ന് കാണിച്ചു കൊടുത്താൽ എന്താ? അപ്പൊ അതിലെന്തോ ഒരു കളിയുള്ളത് കൊണ്ടല്ലേ. ഒരു 4 വർഷം ബാക്കോട്ട് പോയപ്പോ പഴയ ഒരു വീഡിയോ ആണ് ലക്ഷ്മി പ്രിയയുടെ KSFE ആയിട്ടുള്ള ഒരു പ്രശ്നം. കുറച്ച് പൈസ ഇടപാടാണ്, അതെന്തായാലും നമുക്ക് കേൾപ്പിക്കാം. അപ്പൊ ആദ്യമായിട്ട് ചോദിക്കാനുള്ള ഒറ്റ കാര്യം, നിങ്ങൾക്ക് കള്ളത്തരം ഒന്നുമില്ലെങ്കിൽ എന്തുകൊണ്ട് മറുപടി കൊടുത്തൂടാ? ഒരു സിസ്റ്റത്തിന്റെ ആ ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഞാൻ അത് എനിക്ക് ഉൾപ്പെടെ വരുന്ന ഒരു ആരോപണമായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം ഓഗസ്റ്റ് 15-ാം തീയതി അധികാരത്തിലേറിയ കമ്മിറ്റിയുടെ ഇന്നലെ മുതലുള്ള ബില്ലുകൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റും. സാമ്പത്തിക തട്ടിപ്പ് അവിടെ നടത്തിയിട്ടുണ്ടോ എന്ന് ആ പത്രപ്രവർത്തകൻ ചോദിക്കുമ്പോ നെഞ്ച് കൈവച്ച് പറയാൻ പറ്റുമെന്ന് പറയുന്നു. ഈ നെഞ്ച് കൈവച്ച് പറയുന്നതിന് പകരം ആ ചോദിക്കുന്ന ചോദ്യത്തിന് അണ്ണാക്കിലടി എന്ന് പറഞ്ഞ പോലെ വരവ് ചിലവൊന്ന് കാണിച്ചു കൊടുത്താൽ പോരെ എന്നാ. അപ്പൊ അതിനെന്താണ് ഇത്ര മടി? ബാക്കി ഈ സംഘടനയ്ക്ക് അങ്ങനെ ഒരാൾക്കും ഏത് കമ്മിറ്റി വന്നാലും അവർക്ക് അങ്ങനെ സാമ്പത്തിക തട്ടിപ്പോ ക്രമക്കേടുകളോ ഒന്നും നടത്താനായിട്ട് പറ്റില്ല. ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ റിപ്പോർട്ട് ബുക്ക് പുറത്തേക്ക് വിടാൻ പറ്റാതിരുന്നത് പോലും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തെ റിപ്പോർട്ട്സ് ഞങ്ങൾക്ക് പൂർണ്ണമാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ ഭരണസമിതിക്കാണ്, അല്ലാതെ ഞങ്ങൾക്കല്ല. ഓഗസ്റ്റ് 10 മുതൽ ഇതുവരെയുള്ള ഇത്ര ചെറിയ ചേച്ചി ഇങ്ങനെ വളഞ്ഞുകൊണ്ട് മൂക്ക് പിടിക്കുകയാണ്. കഴിഞ്ഞ ആൾക്കാരുടെ അടുത്തേക്കൊന്നും പോകണ്ട. ഇപ്പൊ ചോദിച്ചത് നിങ്ങളുടെ കേറിയിട്ട് ഇപ്പൊ അധികം കുറച്ചൊന്നും ആയിട്ടില്ലല്ലോ. ആ ടൈം ഗ്യാപ്പത്തെ വരവ് ചെലവ് നിങ്ങൾക്ക് കാണിച്ചാൽ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ചെറിയൊരു ഉടായ്പ മണക്കണില്ലേ? എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പറയാം. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ ഇതിന് ശേഷം പാർവതി ചേച്ചിയുടെ ഒരു ബൈറ്റ് ഉണ്ട്. അതിലോട്ട് പോയ ശേഷം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ KSFE ചിട്ടി അതിന്റെ കാര്യങ്ങളിലോട്ടൊന്ന് പോവാം. ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് മുന്നേ സംസാരിച്ചത് തെളിവ് അടക്കം നമ്മളോട് പറയാത്തതുമായ പല കാര്യങ്ങളും ഒരു 10-22 മിനിറ്റ് കൊണ്ട് കൃത്യമായി ആ കുട്ടി സംസാരിച്ചു. സംസാരിച്ചത് നിശബ്ദമായി ശ്വാസമടക്കി മുഴുവൻ അംഗങ്ങളും കേട്ടിരിക്കുകയും അതിന് തിരിച്ചൊരു വാക്ക് പറയാനാവാതെ ഭരണസമിതി ഇറങ്ങി പോവുകയും ചെയ്തു. അതാണ് ഉണ്ടായത്. ആ കുട്ടിയുടെ ഒരു കാര്യത്തിന് പോലും അവരെപ്പോഴും മറുപടി കൊടുത്തിട്ടില്ല. കുട്ടി ഉന്നയിച്ച പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് അഴിമതി എന്നുള്ളതല്ല, EC തീരുമാനിക്കാത്തുള്ള പണച്ചെലവ്, ECയുടെ അനുവാദമോ സമ്മതമോ ഇല്ലാതെ ലക്ഷങ്ങൾ ചെലവാക്കിയതിൻ്റെ അത് ആരോട് ചോദിച്ചിട്ട് ചിലവാക്കി, എന്തിനു ചിലവാക്കി, ഇതെന്തിനാ അതായത് സ്വജനപക്ഷപാതം, ഒരു ഭരണസമിതി അംഗത്തിൻ്റെ ഭർത്താവിന് എന്തുകൊണ്ടാണ് ഒരു കാര്യം കൊടുത്തത് തുടങ്ങിയ ഒരുപാട് കൃത്യമായ ചോദ്യങ്ങൾ. പിന്നെ അതിനകത്ത് എതിർക്കുന്ന ആൾക്കാരെ വർഗീയവൽക്കരിക്കാനും അല്ലെങ്കിൽ അവരെ എതിർപ്പ് നേരിടാനായി വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം അവർ പറഞ്ഞപ്പോൾ പിന്നീട് അവർ വന്ന് ഇത് അംഗീകരിക്കുമോ, പ്രസിഡന്റാണ് ചോദിക്കേണ്ടത്, റിപ്പോർട്ട് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ആനുവൽ ജനറൽ ബോഡി അംഗങ്ങൾ ആരും തന്നെ അനങ്ങിയില്ല. ആരും കൈയടിച്ചില്ല, അനങ്ങിയില്ല, ഒന്നും മിണ്ടാതെ ഇരുന്നു. 2-3 പ്രാവശ്യം ചോദിച്ചു, ആരും അനങ്ങിയില്ല. അവർക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നു. വെളിയിലിറങ്ങി അവർ ബാബുരാജിൻ്റെയോ സിദ്ദിഖിൻ്റെയോ ഒക്കെ പേര് പറഞ്ഞത് അവർ എന്നോട് പറഞ്ഞതുപോലെ ഇനി മീഡിയയുമായി നമുക്ക് യുദ്ധം നടത്താം, നിങ്ങൾ മീഡിയയിൽ കൂടിയാണല്ലോ ഞങ്ങളെ ഇതാക്കിയത്, അപ്പം മീഡിയയിൽ കൂടി ഇനി ഞങ്ങൾ യുദ്ധം നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ അവരങ്ങനെ ഒരു നെറേറ്റീവ് മുമ്പോട്ട് വെച്ചായിരിക്കും. പക്ഷേ ഇന്നലെ സംഭവിച്ചത് അതൊന്നുമല്ല. അൻസിബ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മുമ്പിലാണ് അവർ മുട്ടുമടക്കിയത്. അത് അൻസിബ അവിടെ ഇരുന്ന് അൻസിബയ്ക്കെതിരെ നെഗറ്റീവ് ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് തെറ്റ് ചെയ്തവനല്ലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ? ഒരു അസോസിയേഷൻ ആവുമ്പോൾ അത് എന്തോ ആയിക്കോട്ടെ, അമ്മ എന്നുള്ളതല്ല, അവിടെ ലീഡർ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് അവരാണ് വലിയ ആൾക്കാര്. ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല, അങ്ങോട്ട് പറയുന്നത് മാത്രം കേട്ടാൽ മതി. അങ്ങനെ പറയുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ തിരിമറി പണമിടപാടുകളും നടിയുടെ ഹസ്ബൻഡ് അടക്കം ഇതിൽ ഇൻവോൾവ് ആണ്. ലക്ഷങ്ങളാണ് ഇവിടെ വെട്ടിച്ചിരിക്കുന്നതെന്ന്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷ്മി പ്രിയയുടെ KSFE ചിട്ടിയുമായിട്ടുള്ളത് പണമിടപാടാണ്. അതെന്തായാലും കണ്ട ശേഷം ബാക്കി കാര്യങ്ങളൊന്നും പറയാം. എന്താണ് ലക്ഷ്മി സംഭവിച്ചത്? ഇത് ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു.
ശരിക്കും അതിനകത്തിൽ എഴുതിയിരിക്കുന്നത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ചെറിയ എമൗണ്ടിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പിന്നെ റീജിയണൽ ഓഫീസുണ്ട് കാക്കനാട്. ഞാൻ അവിടെ പോയിട്ട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ ചിട്ടി സ്കീമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ തൃപ്പൂണിത്തുറ ബ്രാഞ്ചിൽ നിന്നാണ് ഇനിയിപ്പോൾ ഉടനെ പുതിയ കുറി തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ലക്ഷ്മി അവിടെ ഒന്ന് കാണുമോ എന്ന് ചോദിച്ചിട്ട് അവിടുത്തെ ഒരു അമ്പിളി എന്ന് പറഞ്ഞിട്ടൊരു മാമിൻ്റെ നമ്പറും എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ആ പുള്ളിക്കാരിയെ കോൺടാക്ട് ചെയ്തു. അവർ വളരെ പ്ലീസിങ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ ഈ ചിട്ടിയെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ആദ്യത്തെ അടവെന്ന് പറഞ്ഞാൽ 2 ലക്ഷമാണ്. പിന്നെ നമുക്ക് 30% കിഴിവ് പോയിട്ട് പിന്നെ 1.5 ലക്ഷം രൂപ വെച്ചിട്ട് അങ്ങനെ 48 മാസമാണ് അടവ് വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എനിക്കൊരു പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു 50 ലക്ഷം രൂപയുടെ ആവശ്യമാണ് എനിക്കുള്ളത്. അപ്പോൾ കുറി വീഴുമ്പോൾ നിങ്ങൾ എനിക്ക് ആ തുക എനിക്ക് തരണം. 50 ലക്ഷമൊക്കെ ഇപ്പോ ചെറിയ തുകയായോ? ഒരു 4 കൊല്ലം മുമ്പൊക്കെ 50 ലക്ഷം എന്ന് പറയുമ്പോൾ ചെറിയ തുകയാണോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്തത് പറഞ്ഞു. അപ്പോഴത്തേനും ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആകെ വേറെ പ്രോപ്പർട്ടി ഒന്നും എനിക്ക് കേരളത്തിലില്ല. ആകെപ്പാടെ എനിക്കുള്ളത് തൃശ്ശൂർ ഒരു 2500 സ്ക്വയർ ഫീറ്റ് 2800 സ്ക്വയർ ഫീറ്റ് ഒരു വീടും 15 സെന്റ് സ്ഥലവുമാണ്. അത് മാത്രമേ എനിക്ക് ഉള്ളൂ എന്നൊക്കെ ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ അതിന് വർഷങ്ങൾക്ക് മുമ്പ്, അത് ഹൗസിംഗ് ബോർഡിൻ്റെ വീടാണ്. അപ്പോൾ അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കളക്ടർ, തൃശ്ശൂർ അന്നത്തെ കളക്ടർ വാല്യൂ ഇട്ടിട്ടുള്ളത് പെർ സെന്റിന് 80 വെച്ചിട്ടാണ്, 80,000 വെച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് മാർക്കറ്റ് വാല്യൂ എത്രയോ കൂടിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ വേറൊരു ഓണറുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ തന്നെ വാല്യൂ കൂടിയിട്ടുണ്ടാകും. അപ്പോൾ അവർ പറഞ്ഞു ആ പ്രോപ്പർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് തരാം. അപ്പോൾ 70 ലക്ഷമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ 20 ലക്ഷം അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എനിക്ക് 50 ലക്ഷം തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു ചിട്ടി ചേരാനുള്ളതൊക്കെ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഈ അമ്പിളി എന്ന് പറഞ്ഞ മാം എന്നെ വീണ്ടും കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു മാം നമ്മളിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുകയാണ്. കാരണം ഈ കോവിഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാരൊന്നും ചേരുന്നില്ല. മാമിന് പറ്റുമോ ഒരെണ്ണം കൂടി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു വലിയ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു സ്വപ്നം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ. വലിയ മനുഷ്യർക്കും ഉണ്ടാവും, ചെറിയ മനുഷ്യർക്കും ഉണ്ടാവും, നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്കും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ളതിൻ്റെ പിന്നാലെയാണ് കുറേ നാളായിട്ട് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു മാം എനിക്കിങ്ങനെ തൃപ്പൂണിത്തുറയിൽ തന്നെ എനിക്കൊരു വലിയ പ്രോപ്പർട്ടി എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടുവിട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞതനുസരിച്ച് എനിക്ക് ആദ്യം ഈ 50 ലക്ഷം രൂപ തരികയും അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് റോൾ ചെയ്യാമല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ പ്രോപ്പർട്ടി വെച്ച് 50 ലക്ഷം തരികയും പിന്നീട് എനിക്ക് ഈ വലിയ പ്രോപ്പർട്ടി എടുക്കണം. അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണത്. അപ്പോൾ അതിൻ്റെ ഓണർ ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേന് വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് മാം കുറി വീഴുന്നതനുസരിച്ച് എമൗണ്ട് റിലീസ് ചെയ്ത് ഈ പ്രോപ്പർട്ടി കൊണ്ട് കാണിക്കുകയും ചെയ്തു ഞാൻ അവരെ. അപ്പോൾ ഇതാണ് ഈ പ്രോപ്പർട്ടി, അതിന് ഇത്രയും മാർക്കറ്റ് വാല്യൂ ഉണ്ട്, ഹിൽ പാലസിൻ്റെ അടുത്താണ് പ്രോപ്പർട്ടി. അപ്പോൾ അവരെ കൊണ്ട് കാണിച്ചു. അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയി. ഈ പ്രോപ്പർട്ടിയുടെ പുറത്ത് ബാക്കിയുള്ള ചിട്ടി എമൗണ്ട് തരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കുറി ചേരാൻ പോയി. ഞാൻ 4 കുറി ചേർന്നു. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വേറൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനോട് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഒരു കുറി ചേർന്നു. അങ്ങനെ എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ മൊത്തം 5 കുറി ഞാൻ KSFയിൽ ചേർന്നു. ചേർന്നിട്ട് 3-ാമത്തെ കുറി തന്നെ ഹസ്ബൻഡിൻ്റെ പേരിലുള്ളതാണ്. 3-ാമത്തെ നറുക്ക് ഞങ്ങൾക്ക് തന്നെ കിട്ടി. അപ്പോൾ ഈ പറയുന്ന 70 ലക്ഷം രൂപ വരും. അപ്പോൾ എൻ്റെ പ്രോപ്പർട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 50 ലക്ഷം തരും. അവരുമായിട്ടുള്ള കരാർ അങ്ങനെയാണല്ലോ. 5-4 കുറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തിയ സംഖ്യ? 6-7 ലക്ഷം രൂപയോളം എടുത്തായി. ഇതിനുള്ള ഫിലിമൊക്കെ ചേച്ചിക്ക് ഉണ്ടായിരുന്നോ 4 കൊല്ലം മുമ്പേ? എനിക്കതാ ചോദിക്കാനുള്ളത്. വേറെ ഒരാളെ അയാൾക്കും ഒരു കുറി ചേർത്തി കൊടുത്തു പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അവർക്കും എടുത്ത് കൊടുക്കായിരുന്നോ ആ ഒരു പങ്ക്? പക്ഷെ ഈ KSFE എന്ന് പറയുമ്പോൾ അന്വേഷണം നോക്കിയിടത്തോളം പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളാണ്. അതൊക്കെ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടും കാര്യങ്ങളൊക്കെ പോവുകയായിരിക്കും നല്ലത്. എന്തായാലും ബാക്കി കേൾക്കാം. 20 ലക്ഷം രൂപ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ള കരാറുമേലാണ് ഇരിക്കുന്നത്. നമ്മളുടെ പ്ലാനിങ് മുഴുവനും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് അതനുസരിച്ചാണ്. കാരണം ഈ 6 ലക്ഷം രൂപ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ മന്തിൽ അപ്പോൾ ഇത് തന്നെ നമുക്ക് കുറച്ച് നാൾ റോൾ ചെയ്യാനുള്ളൊരു എമൗണ്ട് ഉണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇവർ വാല്യുവേഷന് വേണ്ടിയിട്ട് അതിന് മുമ്പ് ഡോക്യുമെൻസിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തു. സ്കെച്ച്, പ്ലാൻ, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇതെല്ലാം കൊടുത്തു. അവരതൊക്കെ നോക്കി വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ലീഗലിന് അയച്ചു. ലീഗലിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പിന്നെ ഹസ്ബൻഡുമായിട്ട് ഇവർ തൃശ്ശൂർ പോയിട്ട് പ്രോപ്പർട്ടി വാല്യുവേഷന് വേണ്ടിയിട്ട് പോയി. അതുവരെയൊക്കെ എല്ലാം ഭംഗിയായിട്ട് നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു 1,15 ലക്ഷം രൂപ ഇപ്പം എങ്ങനെ പോയാലും മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു സ്ഥലമാണത്. ആ സ്ഥലത്തിന് KSFE ഇടുന്നൊരു വാല്യൂ എന്ന് പറഞ്ഞാൽ 78 ലക്ഷം രൂപയാണ് വാല്യൂ ഇടുന്നത്. ഓക്കെ. ഈ 76 ലക്ഷം രൂപ. അപ്പോൾ എനിക്ക് 38 ലക്ഷം രൂപ എൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു.
അപ്പോൾ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കി ഉള്ള എമൗണ്ട് KSFEക്ക് അവിടെ FD ഇട്ട് വെക്കണം. FD ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 70 ലക്ഷം രൂപ നമ്മൾ FD ഇട്ട് വെച്ചാലും KSFEന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മാസം 24,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ 24,000 രൂപ ഇൻട്രസ്റ്റിൽ 1,26,000 രൂപ വെച്ചിട്ട് കസ്റ്റമർ അങ്ങോട്ട് അടയ്ക്കുകയും ചെയ്യും. 70 ലക്ഷം രൂപ KSFEക്ക് യാതൊരു കൈനനവും ഇല്ലാണ്ട് FD ആയിട്ട് അവർക്ക് ഇടാനും പറ്റും, 4-5 കൊല്ലത്തേക്ക് ഇടാനും പറ്റും. അപ്പോൾ എൻ്റെ റോളിങ് കംപ്ലീറ്റ് തകരുകയല്ലേ, എൻ്റെ എല്ലാ ഇതും പറ്റുകയല്ലേ. അപ്പം ഞാൻ പറഞ്ഞു മാഡം വേറെ എന്താണ് ഒരു വഴി? അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മാഡം കുറേ സ്വർണം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം എൻ്റെ കയ്യിലൊക്കെ ഒരു മാക്സിമം പോയ ഒരു 10-40 പവൻ്റെ സ്വർണം കാണും, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പോൾ സ്വർണത്തിന് ഇവർ വാല്യൂ ഇടുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ പവൻ 24,000 രൂപയാണ് ഒരു പവൻ്റെ പുറത്തിടുന്നത്. ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 37,000-38,000 രൂപയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഭയങ്കരമായ ഒരു അന്തരമുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കിലോ കണക്കിന് സ്വർണം നമ്മൾ ഈ ഒരു KSFEയിലെ ജാമ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കിലോ കണക്കിന് സ്വർണം കൊണ്ടുവയ്ക്കേണ്ടി വരും. ഒരു സാധാരണക്കാരനായ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആരുടെ കയ്യിലും അത്രയും കിലോ കണക്കിന് സ്വർണം ഇപ്പോഴത്തെ ഒരു വില നിലവാരത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ എന്താണ് ഒരു വഴി? അപ്പം പറഞ്ഞ മാം ഒരു കാര്യം ചെയ്യൂ, വേറെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള സൗഹൃദങ്ങളൊന്നും ഇല്ല, നമുക്കൊരു പ്രോപ്പർട്ടി തന്ന് സഹായിക്കാൻ പറ്റുമോ, നമ്മളെ കടം തന്ന ചെറിയ എമൗണ്ടൊക്കെ നമുക്കിപ്പോൾ അങ്ങോട്ടും കൊടുക്കാറുണ്ട് ഇങ്ങോട്ടും കിട്ടാറുണ്ട് എന്നല്ലാതെ നമുക്കൊന്നും നമ്മുടെ ജീവിതത്തിലൊന്നും അങ്ങനത്തെ ഒരു സഹായമൊന്നും കിട്ടുന്ന ആൾക്കാരല്ല, അതൊന്നും നമ്മളെ സംബന്ധിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വിഷ്ണു എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ KSFEയുടെ കുറിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എടാ എൻ്റെ ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതും സർവീസ് സഹകരണ ബാങ്കിൽ പ്ലഡ്ജഡ് ആണ്, 40 ലക്ഷം രൂപയ്ക്ക് പ്ലഡ്ജ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളൊരു ഫണ്ടറെ കണ്ടെത്തി നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ കാശ് മാത്രം എനിക്കിപ്പോൾ തന്നാൽ മതി, 30 ലക്ഷം രൂപ നിങ്ങൾക്ക് റോൾ ചെയ്യാനും ഉപയോഗിക്കാം. എനിക്ക് 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് തന്നാൽ മതി, ആ ഒരു എഗ്രിമെൻറ്റിൽ ഞാൻ നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ സാറിൻ്റെ വീട്ടിലോട്ട് കയറുമ്പോൾ ഫസ്റ്റ് പ്ലോട്ടാണ്, റോഡ് സൈഡിലുള്ള പ്ലോട്ടാണ്. അതായത് മരുതൻകുഴി, ട്രിവാൻഡ്രം അറിയുമെന്ന് എനിക്കറിയില്ല, ട്രിവാൻഡ്രം മരുതൻകുഴി ജംഗ്ഷനിൽ നിന്ന് 400 മീറ്റർ മാത്രം അകലെയുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. സെൻറ്റിന് അവിടെ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചാണെങ്കിൽ പോലും 17-18 ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു പ്ലോട്ടാണ്. അപ്പോൾ അവിടുത്തെ മാനേജറാണ് വന്നിട്ട് വാല്യുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ ജസ്റ്റ് ഫോണിൽ ഡിസ്കസ് ചെയ്തു. ഇവിടുത്തെ മാനേജർ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ 10-16 ലക്ഷം വെച്ചിട്ട് സെൻറ്റിന് വിലയുണ്ട് കേട്ടോ എന്ന് ആ പുള്ളി പറഞ്ഞു. അവിടുത്തെ മാനേജറുടെ പേര് അഷ്റഫ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്, ശാസ്തമംഗലം ബ്രാഞ്ചിൻ്റെ മാനേജർ. അദ്ദേഹം പറഞ്ഞു 10-16 ലക്ഷം വിലയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഞങ്ങളെ വിളിച്ചിട്ട് മാം അത് വെച്ചിട്ട് നമുക്ക് 70 ലക്ഷം തരാം, മാമിൻ്റെ തൃശ്ശൂരത്തെ പ്രോപ്പർട്ടി വേണ്ട കേട്ടോ എന്നൊക്കെ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അതനുസരിച്ച് ഈ വിഷ്ണു എന്ന് പറഞ്ഞ ചേട്ടനും ജിനീഷ് എന്ന് പറഞ്ഞ ചേട്ടനും കൂടെ ഈ പ്രോപ്പർട്ടി വാല്യുവേറ്റ് ചെയ്യിക്കാനായിട്ട് ഇദ്ദേഹം വേണം വരാനായിട്ട്. അവിടെ കൊണ്ടുവന്ന് കാണിക്കുമ്പം ഇദ്ദേഹം പറയുന്നത് ആ പ്രോപ്പർട്ടി ഒരു മാനേജർക്ക് യാതൊരു വിധത്തിലും യോജിക്കാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ ഇദ്ദേഹം ആ പറമ്പൊന്ന് കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. ട്രിവാൻഡ്രത്തെ പ്രോപ്പർട്ടി നമ്മുടെ തൃശ്ശൂരത്തെ ഓൾറെഡി കണ്ടല്ലോ അവിടുത്തെ. അപ്പോൾ ഈ മാനേജർ എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ പ്രോപ്പർട്ടി ഒന്ന് കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. ഫയല് ഡോക്യുമെന്റ്സ് ഒക്കെ കൈ കൊടുക്കുമ്പോൾ പുള്ളി അത് വാങ്ങിക്കാനും ഒന്നും കൂട്ടാക്കുന്നില്ല. എന്നിട്ട് ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു 8 ലക്ഷം രൂപ മാത്രമേ സെന്റിന് ആ പ്രോപ്പർട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടിയുടെ ബസ് ഓടുന്നതിൻ്റെ ഒരു 1.5 സെന്റ് ഇനിയിപ്പോൾ റോഡ് വീതി കൂട്ടി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ഈ 10.25 സെന്റ് സ്ഥലം എന്ന് പറയുന്നത്. അതിന് ഇവർ പറയുന്നത് 8 ലക്ഷം രൂപ വെച്ചിട്ടേ മാർക്കറ്റ് വാല്യൂ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇവരെ വിളിച്ചിട്ട് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് മാഡം അത് നടക്കില്ലല്ലോ. അപ്പോൾ ഒരു പ്രോപ്പർട്ടിക്ക് പിന്നെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഇവർ KSFE ഇടുന്നൊരു വിലയുണ്ട്. മാർക്കറ്റ് വാല്യൂ അതിൻ്റെയൊക്കെ 4 ഇരട്ടി ആയിരിക്കും. അപ്പോൾ KSFE ഇടുന്നൊരു വില ഇപ്പം 40 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 ലക്ഷം രൂപ ഇവർ തരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ തമ്പാനൂർ ജംഗ്ഷൻ ഉള്ളതാണ് ഈ 10.25 സെന്റ് സ്ഥലം എന്ന് പറയുന്നത്. അതിന് ഇവർ പറയുന്നത് 8 ലക്ഷം രൂപ വെച്ചിട്ടേ മാർക്കറ്റ് വാല്യൂ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇവരെ വിളിച്ചിട്ട് അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ എന്നെ വിളിച്ചിട്ട് മാഡം അത് നടക്കില്ലല്ലോ. അപ്പോ ഒരു പ്രോപ്പർട്ടിക്ക് പിന്നെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഇവർ KSFE ഇടുന്നൊരു വിലയുണ്ട്. മാർക്കറ്റ് വാല്യൂ അതിന്റെയൊക്കെ 4 ഇരട്ടി ആയിരിക്കും. അപ്പൊ KSFE ഇടുന്നൊരു വില ഇപ്പം 40 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 ലക്ഷം രൂപ ഇവര് തരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ തമ്പാനൂർ ജംഗ്ഷൻ സംഭവം KPSC ചേച്ചിയെ ഒന്ന് ചാമ്പാൻ നോക്കിയതാണ്. ഐ മീൻ ഒന്ന് പറ്റിക്കാൻ. അതാ ഞാൻ പറഞ്ഞത്, നോക്കിയും കണ്ടൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ സ്കീമുകളിലൊക്കെ പോയി ചാടുക.
പക്ഷെ ഇവിടെ പറഞ്ഞ ചില സാഹചര്യങ്ങളോട് ചില കാര്യങ്ങളോട് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് എല്ലാതും. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ലക്ഷ്മിപ്രിയ ചേച്ചി വ്യക്തത വരുത്തുക. അവരങ്ങനെ ഒരു സംഭവം അവിടെ അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക. നമ്മുടെ സൈഡ് ക്ലിയർ ആക്കി വെക്കുക. അതാണ് എപ്പോഴും ചെയ്യേണ്ടത്. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ആ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ എന്താ അത്ര ബുദ്ധിമുട്ട്? അല്ലാണ്ട് പഴയ ആൾക്കാർ അങ്ങനെയായിരുന്നു ചെയ്തത്, അത് കേന്ദ്രം ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ വല്ലതും പറയാൻ പറ്റുമോ? നിങ്ങൾ ചെയ്ത ആ ടൈം പീരീഡിലെ, നിങ്ങൾ ഭരണത്തിൽ ഇരുന്ന ടൈം പീരീഡിലെ എല്ലാ കാര്യങ്ങളും ആർക്കൊക്കെയാണോ സംശയമുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കുക. പിന്നെ പറഞ്ഞ 8 ലക്ഷത്തിന്റെ കാര്യം സെന്റിന്, എനിക്കറിയില്ല സെന്റിന് 8 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു തുക തന്നെയാണ്. ഇനി ആ സൈഡിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കമന്റ് ഇടൂ, എന്താ ആ ഒരു 4 കൊല്ലം മുമ്പത്തെ അവിടുത്തെ റേറ്റ് എന്നുള്ളതൊക്കെ. കോൺട്രവേഴ്സീസ് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാവും. അപ്പൊ അതിനായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷനും ആയിട്ട് ചേച്ചി വരിക, ചേച്ചിയും ചേച്ചിയുടെ ടീമും. അത്രയ്ക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.